ഇന്നടുത്ത അസുഖം ഒന്നും കാണിക്കാൻ ഒക്കത്തില്ല. ഇവരോട് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? എനിക്കും ക്യാൻസറിന്റെ ആണെന്ന് അറിയുന്നത്. ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ്. ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖം ഇല്ല. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു സ്ത്രീ നമ്മുടെ സായി സീക്രട്ട് ഏജന്റിനെതിരെ കൊടുത്തൊരു കേസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും പതിവ് പോലെ അവരുടെ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടിട്ട് തിരിച്ചു വരാം. മറ്റുള്ളവരെ കാണിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ഇന്നടുത്ത അസുഖം ഒന്നും കാണിക്കാൻ ഒക്കത്തില്ല. ഈ പറയുന്നവൻ ഞങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. ഈ വീഡിയോ കണ്ടവരെല്ലാം ഞങ്ങൾ കള്ളം പറഞ്ഞാന്നല്ലേ പറയത്തുള്ളൂ. ഇവരോട് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്ത് ദ്രോഹം ചെയ്തിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്? അന്നൊക്കെ ഈ അച്ചായനെയുള്ളായിരുന്നു ഞങ്ങൾക്ക് വരാനും അത്രയും സഹായങ്ങൾ ചെയ്യാനും. ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെ ആണ്. എനിക്കും ക്യാൻസറിൻ്റെ ആണെന്ന് അറിയുന്നത്. അതാദ്യം എനിക്ക് മലദ്വാരത്തിനകത്തായിരുന്നു വന്നത്. നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ഇന്നടുത്ത അസുഖം ഒന്നും കാണിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ പത്രത്തിൽ ഞങ്ങൾ കൊടുത്തു. പത്രത്തിൽ കൊടുത്തിട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തന്ന് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടത് അതെല്ലാം ചെയ്തു തന്നായിരുന്നു. ഒരു ചേച്ചി റോഡ് സൈഡിൽ നിന്ന് ബിരിയാണിയോ ചോറോ എന്തോ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ഓക്കെ, വീട്ടിലെ ഊണ് വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. 18 ജൂലൈ 2025 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിന്നൊരു വ്യക്തി ഈ വീഡിയോ അയച്ചു തന്നിട്ട് പറയുന്നു, ഈ ചേച്ചിയെ എനിക്കറിയാം, ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ്. ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖം ഇല്ല. വീഡിയോ കണ്ടല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു യൂട്യൂബിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നതിൽ എനിക്ക് ഒട്ടും തന്നെയും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടാത്ത രണ്ട് വ്യക്തികളാണ്. ഒന്ന് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമത് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി അറിയാമായിരിക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു ആൻറ്റിയുടെ ഭർത്താവ് മരിക്കുന്നതും ക്യാൻസർ മൂലമാണ്. ക്യാൻസർ വന്നിട്ട് ഇവരറിഞ്ഞില്ലായിരുന്നു ശരിക്കും ഇദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ആൻറ്റിക്കും ക്യാൻസർ ആണ് എന്നറിഞ്ഞു. ക്യാൻസറിൻ്റെ ഡീറ്റെയിൽ ആൻറ്റി തന്നെ പറയുന്നുണ്ട്. കൂടാതെ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, കൂടാതെ ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അച്ചായൻ വരികയും അച്ചായനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന വ്യക്തി, അതായത് ഈ ഒരു ആൻറ്റിക്ക് ക്യാൻസർ എന്നുള്ള അസുഖം പോലും ഇല്ല എന്ന് വരെ വിളിച്ചു പറഞ്ഞ് ഇത്രയും മണ്ടത്തരം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവരെ പറ്റി ഒന്ന് അന്വേഷിക്കുക, ഇത് വെറും അച്ചായനെ കരിവാരി തേക്കാം എന്നുള്ള ആ ഒരു ഒറ്റ ഇൻറ്റൻഷനോട് കൂടി മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് ചെയ്ത ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സായിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ആൻറ്റിക്ക് അത് മാനസികമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുകയും കൂടാതെ അത് ലീഗലി അതൊരു കേസായിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്കോ ആൾക്കാർക്കോ ഒരു രീതിയിലും ഗുണം ചെയ്യാത്തവന്മാർ, അതായത് ഈ സായിയെ പോലെ ഉള്ളവർ, സായിക്ക് ആർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ വല്ല നല്ല കാര്യവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വന്നിരുന്ന് രാവിലെ മുതൽ രാത്രി വരെയും യൂട്യൂബ് തുറന്നിരുന്ന് അവനും അവൻ്റെ പെണ്ണും കൂടെ കയറി ഒരു കാരണത്തിരുന്ന് ജനങ്ങളെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെ കുറ്റം പറയുന്നതല്ലാതെ എന്തുണ്ടെയാണ് വന്നിരുന്ന് ചെയ്യുന്നത് സായി? എനിക്ക് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. പിന്നെ ഇവൻ അച്ചായനെതിരെ പറഞ്ഞ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഈ പറയുന്ന പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഞങ്ങളും സാധാരണ ആളുകൾക്ക്, അതായത് ഇവർക്കൊരു ഷെയർ പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇവർ മേടിക്കുന്ന സാധനത്തിൽ GST എന്ന് പറയുന്ന സാധനം പോകുന്നുണ്ടല്ലോ, ഇത് ഈ പറയുന്ന സാധാരണ പാവപ്പെട്ട ആളുകളുടെ കയ്യിലോട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന സായി പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത്. നല്ല കാര്യം, നല്ല കാര്യം. നിനക്കൊക്കെ കൊടുക്കാൻ കഴിവില്ല, ശരി, ഓക്കെ, ആയിക്കോട്ടെ, കൊടുക്കണ്ട. ഈ കൊടുക്കുന്നവരെ എന്തിനാണ് ആ കുറ്റം പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഒത്തിരി പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്, കൂടാതെ ഒത്തിരി പേർക്ക് വീട് വെച്ച് കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അച്ചായൻ്റെ പേജിൽ അച്ചായൻ ലാസ്റ്റായിട്ട് ഇട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത്, അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം നിർത്തി. ഇത് ഞാൻ ആർക്കും ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നില്ല, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. നല്ലത് ചെയ്യാൻ പോലും ഒരു മനുഷ്യനെ സമ്മതിക്കാത്ത നീചവർഗങ്ങൾ എന്ന് തന്നെ പറയാം. അതല്ലാതെ എന്താണ് ഇവരെയൊക്കെ പറയേണ്ടത്? ഇവരൊക്കെ എന്താണാവോ ഉദ്ദേശിക്കുന്നത്? സീക്രട്ട് ഏജന്റ് സായി എൻ്റെ വീഡിയോ കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാണുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിനക്കൊന്നും ഇദ്ദേഹത്തെ പറയാൻ യാതൊരു വിധത്തിലും യോഗ്യതയില്ല. ഇവനൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യത്തുമില്ല, എന്നാൽ ചെയ്യുന്നവരെ ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. ഇതുപോലെ തന്നെയാണ് വേറൊരു ഇഷ്യൂ വന്നത്. പഞ്ചായത്തിന്റെ വീട്ടിൽ അച്ചായൻ്റെ പേര് വെച്ചു, അച്ചായൻ അതിൽ എന്തോ ചെയ്തു എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ചായൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, ശരിക്കും അത് പഞ്ചായത്ത് വച്ചു കൊടുത്ത വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതും അവസാനം പൊളിഞ്ഞു.
അച്ഛൻ അതിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു വീട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കൊടുത്ത 4 lakh സംതിങ്ങിൻ്റെ എവിഡൻസ് ഫുള്ള് അച്ഛനും, കൂടാതെ ആ ഒരു വീട് വച്ച് ആ വീട് സ്വീകരിച്ചവരും അവരും പബ്ലിക്കിൽ വന്ന് പറയാനായിട്ട് ഇടയെത്തിയിരുന്നു, അച്ഛൻ ഞങ്ങളെ സഹായിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീട്ടിൽ കയറി കിടക്കുന്നത്. കോമൺ സെൻസ് ഉള്ള അല്ലെങ്കിൽ ഒരല്പമെങ്കിലും ചിന്തിക്കാൻ ബോധം വിവേകമുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കും, പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന 4 lakh കൊണ്ട് ഒരിക്കലും ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു അത്യാവശ്യമെങ്കിലും അവർ കുറച്ച് ക്യാഷ് സാമ്പത്തികം ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. എന്തിനാണ് ഈ പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുക്കുന്നത്? വീടില്ലാത്തവർക്ക്, വാടകയ്ക്ക് കിടക്കുന്നവർക്ക്, അവർക്ക് ഒന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഓൾറെഡി അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു 4 lakh കൊടുത്തിട്ട് ഒരു വീട് വെക്കണം എന്ന് പറയുമ്പോൾ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ആ ഒരു വീട് പണി ചെയ്താലും ആ ഒരു വീട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 4 lakh ഒതുങ്ങില്ല എന്നുള്ളത് അറിയാം. എടാ, സീക്രട്ട് ഏജൻസ് ആയി ഈ ഒരു ജന്മം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരൊറ്റ ജന്മേ ഉള്ളൂ നമുക്ക് ഈ ലോകത്ത്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യും, നിനക്ക് നിന്റെ കുടുംബത്തിന് നിന്റെ മക്കൾക്ക് നല്ല കാര്യം വരുന്ന രീതിയിൽ നീ എന്തെങ്കിലും ചെയ്യുക. അതല്ലാതെ നീ വന്നിരുന്ന് 24 മണിക്കൂറും ആളുകളെ കുറ്റം പറഞ്ഞ് അവിടെ കുറ്റം പറഞ്ഞ് ഇവിടെ കുറ്റം പറഞ്ഞ് ഇരിക്കുവാണെങ്കിൽ നിനക്ക് എന്ത് ഒരു സംഭവമാണ് നിന്റെ പാരമ്പര്യം എന്ന് പറയുന്നതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലേ? അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ ദോഷമായാലും അത് നമ്മുടെ പാരമ്പര്യം അതിലോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. വിശ്വാസം മാത്രമല്ല, അങ്ങനെയാണ്. അപ്പോൾ നീ എന്താണ് നിന്റെ ഈ പറയുന്ന പാരമ്പര്യത്തിലോട്ട് കടത്തി വിടാനായിട്ട് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഈ നെറിയട്ട സാധനം കാരണം അച്ചായൻ്റെ പുണ്യപ്രവർത്തികൾ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് ചെയ്യില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരാൾക്കെങ്കിലും വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഊണ് വാങ്ങി കൊടുക്കുന്നത് തന്നെ പുണ്യമാണ്. വലിയ കോടികളോ വീടോ വലുതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ കൈകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു സഹായം പോലും അത് വലിയൊരു സംഭവം തന്നെയാണ് മറ്റൊരാൾക്ക്, അത് ഇല്ലാത്തവർക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്കും, കൂടാതെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്കിതിൽ അച്ഛനോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് അതായത് ഈ പട്ടി എന്ത് ചെയ്യും, എപ്പോഴും കുറച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുള്ളൂ. അല്ല, പട്ടിക്ക് ഇതിലപ്പുറം വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കണ്ട് പേടിച്ച് ഒതുങ്ങിപ്പോകാതെ അല്ലെങ്കിൽ ഇതിലൊന്നും തന്നെ വീഴാതെ അച്ചായൻ്റെ കാര്യങ്ങൾ ചെയ്ത് അച്ചായൻ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അച്ചായൻ്റെ സഹായം ആവശ്യമാണ്, അല്ലെങ്കിൽ സഹായത്തിന് ക്യൂ നിൽക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ. അച്ചായൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ചായൻ്റെയും നമ്മുടെ സൂരജിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ആളുകളുണ്ടോ എന്നുള്ള ആ ഒരു തോട്ട് വരുന്നത്, നമ്മളൊക്കെ അവരെ അപേക്ഷിച്ച് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ എന്താണെന്ന് നിങ്ങൾ തന്നെ ആദ്യം തിരിച്ചറിയുക. മറ്റൊരാൾ പറയുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അത് ചെവിക്കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. യൂട്യൂബിലൂടെ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും, ഇനി അതല്ല ഫേസ്ബുക്ക് പേജിലൂടെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടാനും മറക്കണ്ട. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.